റാൻ ഓഫ് കച്ചിലെ ഈ വിശാലമായ വിജനമായ മണൽപ്പരപ്പിലേക്കൊന്നു നോക്കൂ. ഇവിടെയാണ്, ഈ മണൽ തരികൾക്കിടയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു രഹസ്യായുധം ഒളിഞ്ഞിരുന്നത്. നമുക്കൊരു ചോദ്യത്തിലൂടെ തുടങ്ങാം, അല്ലേ? ഈ ഒന്നും കേൾക്കാനില്ലാത്ത നിശബ്ദമായ മരുഭൂമിയിൽ ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ആയുധം എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയേ. നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ചിലപ്പോൾ വരുന്നത് ഡ്രോണുകളായിരിക്കും, അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ, അതുമല്ലെങ്കിൽ ശക്തമായ റഡാറുകൾ. പക്ഷേ ഉത്തരം അതൊന്നും ആയിരുന്നില്ല. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകുമല്ലേ? പക്ഷേ സത്യം അതായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം, കാലിൽ ചെരുപ്പ് പോലുമില്ലാത്ത ഒരു സാധാരണ ഒട്ടകക്കാരൻ. അതെ, വാ, നമുക്ക് ആ അത്ഭുത മനുഷ്യന്റെ കഥയിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ പേര് രൺഛോദാസ് പാഗി. എന്താണ് ഈ പാഗി എന്ന വാക്കിന്റെ അർത്ഥം? പാഗി എന്ന് പറഞ്ഞാൽ ട്രാക്കർ, അതായത് കാൽപ്പാടുകൾ പിന്തുടർന്ന് ആളെ കണ്ടെത്തുന്നയാൾ. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ഒരു സാധാരണ ട്രാക്കർ ആയിരുന്നില്ല. മണലിലെ അടയാളങ്ങൾ അത് അദ്ദേഹത്തിനൊരു തുറന്നുവെച്ച പുസ്തകം പോലെയായിരുന്നു. എത്ര പേരുണ്ട്, ഏത് ദിശയിലേക്കാണ് പോകുന്നത്, എന്തിനേറെ പറയുന്നു, അവരുടെ കയ്യിലുള്ള ഭാരം എത്രയാണെന്ന് വരെ ആ കാൽപ്പാടുകൾ നോക്കി പറയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെയൊരു അസാധാരണ കഴിവ്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ കഴിവ് ആദ്യമായിട്ട് ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമായത് എപ്പോഴാണെന്നറിയോ? അത് 1965 യുദ്ധത്തിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന്റെ തന്നെ വിശ്വാസം പിടിച്ചുപറ്റുന്നത്. അപ്പൊ സംഭവം എങ്ങനെയാണ്? 1965 ഇൻഡോ പാക് യുദ്ധം നടക്കുകയാണ്. വിഡ്കോട്ട് പോസ്റ്റിനടുത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു വലിയ സംഘം ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ അവർ എവിടെയാണെന്ന് മാത്രം ഇന്ത്യൻ സൈന്യത്തിന് ഒരു തുമ്പും കിട്ടുന്നില്ല. ആ സമയത്താണ് പാഗി രംഗത്തെത്തുന്നത്. മണലിലെ ഒട്ടകങ്ങളുടെ കാൽപ്പാടുകൾ കുറേ നേരം നിരീക്ഷിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, ഈ ഒട്ടകങ്ങൾ സാധനങ്ങളാണ് ചുമക്കുന്നത്, ആളുകളെയല്ല. ശത്രുക്കൾ നമ്മൾ വിചാരിക്കുന്നതിലും അടുത്തുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, കാൽപ്പാടിന്റെ ആഴം വെച്ച് അതിലെ ഭാരം തിരിച്ചറിയാനുള്ള കഴിവ്, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഭ. എന്നിട്ട് അദ്ദേഹം ഒരു സംഖ്യ പറഞ്ഞു, 1200. ഏകദേശം 1200 ശത്രു സൈനികർ അവിടെയുണ്ടെന്ന്. ഇത് വെറുമൊരു ഊഹമായിരുന്നില്ല. അതെ, അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ 100% കൃത്യമായിരുന്നു. ആ ഒരൊറ്റ സംഭവത്തോടുകൂടി രൺഛോദാസ് പാഗി ആ മരുഭൂമിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണും കാതുമായി മാറുകയായിരുന്നു. പക്ഷേ പാഗിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും അപകടം പിടിച്ച പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1971 യുദ്ധം. മരണത്തെ മുഖാമുഖം കണ്ട ആ അർദ്ധരാത്രിയിലെ ലക്ഷ്യം കേട്ടാൽ തന്നെ നമുക്ക് തോന്നും ഇത് നടപ്പില്ല എന്ന്. പാകിസ്ഥാന്റെ നെഗർ പാർക്കർ പോസ്റ്റിൽ ഒരു മിന്നലാക്രമണം നടത്തണം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അങ്ങോട്ടേക്കുള്ള വഴി മുഴുവൻ ശത്രുക്കൾ മൈനുകൾ പാകിയിരിക്കുകയാണ്. ആ മരണവഴിയിലൂടെ നമ്മുടെ ടാങ്കുകളെ നയിക്കണം. അതായിരുന്നു ദൗത്യം. ഒന്നാലോചിച്ച് നോക്കൂ, ആ ഒരവസ്ഥ. കട്ട പിടിച്ച ഇരുട്ട്, കാലെടുത്തു വെക്കുന്ന ഓരോ ഇഞ്ചിലും മരണം പതിയിരിക്കുന്നു. മുന്നിൽ വഴികാട്ടിയായി ഈ ഒരൊറ്റ മനുഷ്യൻ, പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്കുകൾ. ഒരു ചെറിയ പിഴവ് മതി എല്ലാം തീരാൻ. ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ രൺഛോദാസ് പാഗിക്ക് എത്ര വയസ്സായിരുന്നോന്നറിയാമോ? 70. 70-ാം വയസ്സിലാണ് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ പരീക്ഷിക്കുന്ന ഈ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തത്. 12 മണിക്കൂർ, 1 മണിക്കൂറോ 2 അല്ല, നീണ്ട 12 മണിക്കൂറാണ് അദ്ദേഹം ആ മരണക്കിണിയിലൂടെ ഇന്ത്യൻ സൈന്യത്തെ മുന്നോട്ട് നയിച്ചത്. ഇനി ഏറ്റവും അവിശ്വസനീയമായ കാര്യം, അദ്ദേഹം എങ്ങനെയാണ് ഈ മൈനുകൾ കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഒരു ടെക്നോളജിയുമില്ല. അദ്ദേഹത്തിന്റെ കാലുകൾ, ആ നഗ്നപാദങ്ങൾ കൊണ്ട് മണലിലെ അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ തൊട്ടറിഞ്ഞാണ് അദ്ദേഹം ഓരോ മൈനും എവിടെയാണെന്ന് കണ്ടെത്തിയത്. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും യുദ്ധചരിത്രം തന്നെ മാറി. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരിടത്ത് ഇന്ത്യൻ ടാങ്കുകൾ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഫലമോ? വലിയൊരു പോരാട്ടം പോലും വേണ്ടിവന്നില്ല. ആ തന്ത്രപ്രധാനമായ പോസ്റ്റ് ഇന്ത്യ പിടിച്ചെടുത്തു. ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ധൈര്യവും കഴിവും ഒരു യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളും ഇന്നും നിലനിൽക്കുന്ന ആ ഓർമ്മകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരാൾക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ ഒരു ബഹുമതി അദ്ദേഹത്തെ തേടിയെത്തി. സാക്ഷാൽ ഫീൽഡ് മാർഷൽ സാം മനേഷ, ഇന്ത്യൻ ആർമിയുടെ തലവൻ, നേരിട്ട് വന്ന് പാഗിയെ കെട്ടിപ്പിടിച്ചു. അതുമാത്രമല്ല, താൻ കാരണം വിജയിച്ച ആ യുദ്ധഭൂമിക്കു മുകളിലൂടെ അദ്ദേഹത്തെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി കാണിച്ചുകൊടുത്തു.
അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും ഒരു ഇതിഹാസമായി മാറി. 1965-ലും 1971-ലും രാജ്യത്തിനു വേണ്ടി നിർണായകമായ സേവനങ്ങൾ ചെയ്തു. നീണ്ട 112 വർഷം ജീവിച്ച് 2013-ലാണ് ആ ഇതിഹാസം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. അന്ന് നമ്മുടെ അതിർത്തി കാത്തത് മനുഷ്യന്റെ സഹജവാസനയും അനുഭവ പരിചയവും നഗ്നപാദങ്ങളുമായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ ഉപഗ്രഹങ്ങളുണ്ട്, ഹൈടെക് സെൻസറുകളുണ്ട്, അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എല്ലാം ഡേറ്റയും അൽഗോരിതങ്ങളും നിയന്ത്രിക്കുന്ന ഈ ലോകത്ത് രൺഛുദാസ് പാഗിയുടെ ആ ഒരു കഴിവിന്, മനുഷ്യന്റെ ആ ഒരു ഉൾക്കാഴ്ചയ്ക്ക് ഇന്നെന്ത് വിലയാണുള്ളത്? ഒരുപക്ഷെ ഉത്തരം ഇതായിരിക്കാം: എത്ര വലിയ സാങ്കേതികവിദ്യ വന്നാലും അതിനൊന്നും ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്ത ചില കഴിവുകൾ മനുഷ്യനിൽ തന്നെയുണ്ട്.